അമ്മേ ശരണം, ദേവി ശരണം, ലക്ഷ്മി ശരണം. എല്ലാവർക്കും നമസ്കാരം. വർഷങ്ങൾക്ക് ശേഷം വരുന്നൊരു അപൂർവ യോഗം ഈ മഹാശിവരാത്രിക്ക് ശേഷം കുറച്ചു നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു. ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നും എന്തൊക്കെയാണ് അവരുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളെന്നുമാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. എത്ര തൊഴുതിട്ടും പ്രാർത്ഥിച്ചിട്ടും ഭഗവാന്മാർ കണ്ണു തുറന്ന് നോക്കിയില്ലല്ലോ, എന്നെ അനുഗ്രഹിച്ചില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന കുറേ അധികം പേരുണ്ട് ഇവിടെ. അങ്ങനെയുള്ള കുറച്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഇനി ഭഗവാൻ അനുഗ്രഹ വർഷം ചൊരിയാൻ പോവുകയാണ്. മഹാശിവരാത്രിക്ക് ശേഷം ആ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഈ ശിവരാത്രിക്ക് മഹാശിവനെ നേരിട്ട് കണ്ട് മനമൊരുക്കി പ്രാർത്ഥിച്ചോളൂ. നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ദാരിദ്ര്യവും എല്ലാം അപ്പാടെ മാറി പുതിയൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കും, ഉറപ്പ്. ശിവഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണല്ലോ ശിവരാത്രി. ക്ഷിപ്രകോപിയും ക്ഷിപ്രപ്രസാദിയുമായ മഹാശിവ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം തന്നെ വന്നു ചേരും, ഉറപ്പ്. ഈ മഹാശിവരാത്രി ദിനത്തിൽ പല ഗ്രഹങ്ങൾക്കും പല പല മാറ്റങ്ങൾ വന്നു ചേരും. അതുമൂലം കുറച്ച് നക്ഷത്രക്കാർക്ക് ധനയോഗം, സാമ്പത്തിക ഉയർച്ച, ഉദ്ദിഷ്ടകാരസിദ്ധി ഇവയെല്ലാം വന്നു ചേരുന്നു. ക്ഷിപ്രപ്രസാദിയായ ശിവഭഗവാൻ ഇതെല്ലാം നക്ഷത്രക്കാർക്ക് നേടിക്കൊടുക്കുന്നതാണ്. ചില ആളുകൾ വിചാരിക്കുന്നത് എനിക്ക് ഈ യോഗം ഉണ്ടല്ലോ, പിന്നെ ഞാനൊന്നും ചെയ്യേണ്ട, ഭഗവാൻ എല്ലാം കൊണ്ടുതരുമെന്നാണ്. എന്നാൽ അങ്ങനെ ചിന്തിക്കുന്നത് തന്നെ തെറ്റാണ്. കാരണം നമുക്കൊരു നല്ല സമയം വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ കൂടുതൽ പ്രയത്നിക്കുക. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ എത്തിച്ചേരും. മഹാശിവരാത്രിക്ക് ശേഷം ഈ യോഗം ലഭിക്കുന്ന ആദ്യത്തെ 3 നക്ഷത്രക്കാർ അശ്വതി, ഭരണി, കാർത്തിക എന്നീ നക്ഷത്രക്കാരാണ്. ഈ 3 നക്ഷത്രക്കാർക്ക് ശിവരാത്രി കഴിഞ്ഞാൽ മഹാഭാഗ്യമാണ് വന്നു ചേരാൻ പോകുന്നത്. ഇവർക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും. അത് കൂടുതലും ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും കലാപരമായ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ആയിരിക്കും മുൻഗണന എന്ന് മാത്രം. എന്നുവച്ച് മറ്റു മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കിട്ടില്ല എന്നല്ല. അവർക്ക് അല്പം കൂടി സമയമെടുത്ത് ഈ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും. ഉദ്യോഗാർത്ഥികൾക്ക് പ്രമോഷൻ ലഭിക്കും. ഇതുവരെയും ലഭിക്കാതിരുന്ന മാതാപിതാക്കളുടെ സ്വത്ത് ഇവർക്ക് ഈ സമയത്ത് ലഭിച്ചിരിക്കും. ഭൂമി സംബന്ധമായ ധനയോഗം, അതായത് ഭൂമി ക്രയവിക്രയം ചെയ്യുകയോ അതുപോലെ ഇവരുടെ ഭൂമി സർക്കാർ ഏറ്റെടുത്തിട്ട് വലിയൊരു തുക തന്നെ ലഭിക്കുകയോ ഒക്കെ ഈ സമയത്ത് നടന്നിരിക്കും. സ്വർണം, വെള്ളി തുടങ്ങിയ ബിസിനസ് ചെയ്യുന്നവർക്ക് വലിയൊരു സാമ്പത്തിക ഉയർച്ച തന്നെ ഉണ്ടാകും. സമൂഹത്തിൽ നല്ല സ്ഥാനമാനങ്ങൾ ലഭിക്കും. ഈ സമയത്ത് ഈ നക്ഷത്രക്കാർ എന്ത് ബിസിനസ് ചെയ്താലും അത് നല്ല രീതിയിൽ ഉയരും. നല്ല രീതിയിലുള്ള ഒരു ദാമ്പത്യ ബന്ധമായിരിക്കും ഈ ആളുകാർക്ക് ഇനി സംഭവിക്കാൻ പോകുന്നത്. ചെറിയ ചെറിയ പിണക്കങ്ങളും വഴക്കും ഒക്കെ നേരത്തെ ഇവരുടെ ജീവിതത്തിലുണ്ടായിരുന്നെങ്കിൽ ഇനി മുതൽ അതൊക്കെ മാറി നല്ലൊരു കുടുംബ ജീവിതം ഇവർക്കുണ്ടാകും. കുടുംബത്ത് നല്ല മനസ്സമാധാനവും സന്തോഷവും എപ്പോഴും നിറഞ്ഞു നിൽക്കും. അടുത്തത് മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്രക്കാരാണ്. ഈ നക്ഷത്രക്കാർക്ക് വളരെ നല്ല സാമ്പത്തിക പുരോഗതി തന്നെയായിരിക്കും ഇനി വരുന്ന നാളുകളിൽ ഉണ്ടാവുക. ഇവർക്കുണ്ടായിരുന്ന കടബാധ്യതകളെല്ലാം തന്നെ ഈ കാലയളവിൽ കൊടുത്തു തീർക്കാൻ പറ്റും. പിരിഞ്ഞു താമസിച്ചിരുന്ന ദമ്പതിമാർക്ക് ഒത്തുചേരാനുള്ള ഒരു സമയം കൂടിയാണിത്. പഴയ കാര്യങ്ങളെല്ലാം തന്നെ തുറന്നു പറഞ്ഞ് ഒത്തൊരുമയോടു കൂടി ഒരു പുതുജീവിതം തുടങ്ങുക തന്നെ ചെയ്യും. ഇതുവരെ ഈ നക്ഷത്രക്കാർക്ക് ജോലി സംബന്ധമായി ഒരു സ്ഥിരതയുമില്ലായിരുന്നു. പക്ഷേ ഇനി മുതൽ ഇവർ പ്രതീക്ഷിച്ചതിലും അപ്പുറമുള്ള ഒരു ജോലി ലഭിക്കുകയും സ്ഥിരമായി അത് മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയും. വിദ്യാർത്ഥികളെ സംബന്ധിച്ച്
പഠനത്തിൽ ഒരു സ്ഥിരോത്സാഹം കാണിക്കും. ഉന്നത ബിരുദങ്ങൾ ഇവർ നേടിയെടുക്കും. മക്കളെ ഓർത്ത് വിഷമിച്ചിരുന്ന ഈ നക്ഷത്രക്കാർക്കിനി അവരെ ഓർത്ത് അഭിമാനിക്കാൻ പറ്റും. രോഗദുരിതങ്ങളാൽ അലഞ്ഞിരുന്ന ഈ നക്ഷത്രക്കാർക്ക് ഇനി അതിൽ നിന്നെല്ലാം ഒരു മോചനം തന്നെ ലഭിക്കും. കലാകാരന്മാർക്ക് വളരെ നല്ല സമയമാണിത്. സിനിമ, സീരിയൽ, നാടകം തുടങ്ങിയ കലാമേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമായ സമയമാണിത്. വർഷങ്ങളായി പരിശ്രമിച്ചിട്ടും നടക്കാതിരുന്ന പല പ്രൊജക്റ്റുകളും ഈ സമയത്ത് തുടങ്ങുവാൻ സാധിക്കും. ജോലിയുമായി ബന്ധപ്പെട്ട് ദൂരയാത്രകൾ ഒത്തിരി ചെയ്യേണ്ടി വരും. സുഹൃത്തുക്കളിൽ നിന്ന് നല്ല രീതിയിലുള്ള സഹായങ്ങൾ ലഭിക്കും. പുതിയ വാഹനങ്ങൾ വാങ്ങും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും. അടുത്തത് മകം, പൂരം, ഉത്രം നക്ഷത്രക്കാരാണ്. ഇവർക്കും ധനയോഗം തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത്. ഇവർക്ക് വിദേശവാസം ഉണ്ടാകും എന്നതാണ് എടുത്തു പറയേണ്ട പ്രത്യേകത. വിദേശത്ത് ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഈ സമയത്ത് പുതിയ ജോലി ലഭിക്കും. അതായത് വളരെ നല്ല ജോലി തന്നെ ലഭിക്കുകയും അവർ ആഗ്രഹിച്ചതുപോലുള്ള ഒരു ജീവിതം അവർക്കുണ്ടാവുകയും ചെയ്യും. സഹോദരങ്ങളാൽ ഇവർക്ക് വളരെ ഗുണമുണ്ടാകും. അതുപോലെ തന്നെ നറുക്കെടുപ്പിലൂടെ ഇവർക്ക് വളരെ വലിയൊരു സമ്പത്ത് തന്നെ വന്നു ചേരും. വർഷങ്ങളായി വിവാഹം നടക്കാതിരുന്ന ഈ നക്ഷത്രക്കാരുടെ മക്കൾക്ക് അനുയോജ്യരായ കുടുംബത്തിൽ നിന്ന്, അതായത് അവരിലും ഉയർന്ന കുടുംബത്തിൽ നിന്ന് തന്നെ നല്ല ആലോചനകൾ വരികയും വളരെ നല്ല രീതിയിൽ തന്നെ മക്കളുടെ വിവാഹം നടക്കുകയും ചെയ്യും. വർഷങ്ങളായി നടക്കാതിരുന്ന കുടുംബസ്വത്ത് ഭാഗം വയ്ക്കൽ ഈ സമയത്ത് നടക്കും. ദൂരസ്ഥലങ്ങളിൽ വസ്തുവകകൾ വാങ്ങിക്കൂട്ടും. ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ല കാലം തന്നെയാണ് ഈ വരുന്നത്. പ്രത്യേകിച്ച് ഹോട്ടൽ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കാണ് ഈ ഭാഗ്യം ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. ഈ നക്ഷത്രത്തിൽപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വളരെ നല്ല കാലം തന്നെയാണ്. ഇവർക്ക് പ്രമോഷനും അവർ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് സ്ഥലം മാറ്റവും ലഭിക്കും. വർഷങ്ങളായി കുട്ടികൾ ഇല്ലാതിരുന്നവർക്ക് സന്താന ഭാഗ്യം ലഭിക്കും. ഹോസ്പിറ്റൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണിത്. നിങ്ങൾ എന്താഗ്രഹിക്കുന്നുവോ അതെല്ലാം തന്നെ പരിപൂർണമായി ശിവഭഗവാൻ നിങ്ങളിലേക്ക് എത്തിക്കും. വർഷങ്ങളായിട്ട് പരിശ്രമിച്ചിട്ട് നടക്കാതിരുന്ന അവസാനം ഇതെൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് കരുതിയിരുന്ന ഈ നക്ഷത്രക്കാർക്ക് ഇനി അതെല്ലാം തന്നെ നിഷ്പ്രയാസം കൈവരിക്കാൻ സാധിക്കും. ഇത്രയും നാൾ 10 രൂപ പോലും കയ്യിലില്ലായിരുന്ന ഈ നക്ഷത്രക്കാർക്കിനി സാമ്പത്തിക ബുദ്ധിമുട്ട് എന്താണെന്ന് പോലും അറിയാൻ കഴിയില്ല. കാരണം ഈ നക്ഷത്രക്കാർക്കിനി സമ്പത്തിൻ്റെ ഒരു കൂമ്പാരം തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത്. അതുപോലെ തന്നെ പൊതുമേഖലയിലും രാഷ്ട്രീയ മേഖലയിലും പ്രവർത്തിക്കുന്നവർക്ക് വലിയ സ്ഥാനമാനങ്ങൾ ലഭിക്കും. ജനങ്ങളുടെ ഇടയിൽ ഒരു നല്ല പേരുണ്ടാക്കുവാനും കഴിയും. എല്ലാം കൊണ്ടും ഈ 9 നക്ഷത്രക്കാർക്കും ഒരു മഹാഭാഗ്യം തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത്. എല്ലാവർക്കും വളരെ നല്ല ഒരു ജീവിതം തന്നെ ഉണ്ടാകട്ടെ എന്ന് സർവശക്തനായ ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.